വിഷുദിനത്തിൽ ഒരു ആശ്വാസ വാർത്തയാണ് ഇനി. കോട്ടയം വെട്ടിക്കാട് 10 മണിക്കൂറോളം കായലിൽ കുടുങ്ങിയ യാത്രാ ബോട്ട് കരക്കെത്തിച്ചു. രാത്രി മുഴുവൻ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 4 മണിയോടെയാണ് ബോട്ട് കരക്കടിപ്പിച്ചത്. ബോട്ടിലുണ്ടായിരുന്ന 25 യാത്രക്കാരും സുരക്ഷിതരാണ്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് പോളയിൽ കുരുങ്ങി ബോട്ട് കായലിൽ കുടുങ്ങിയത്. 24ലൂടെയാണ് വാർത്ത പുറം ലോകം അറിഞ്ഞത്. വൈകുന്നേരം 5 മണിയോടെ ആലപ്പുഴയിൽ നിന്നും പുറപ്പെട്ട ബോട്ട് 7 മണിയോടെ കോട്ടയത്തെ കോടിമത ബോട്ട് ജെട്ടിയിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ പോളയിൽ കുടുങ്ങിയതോടെ മണിക്കൂറുകളോളമാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കുമടക്കം ഈ കായലിന്റെ നടുക്ക് കിടക്കേണ്ടി വന്നത്. പോള മാറ്റി യാത്ര തുടരാനുള്ള ശ്രമം ജീവനക്കാർ നടത്തിയെങ്കിലും എല്ലാം പരാജയം. ഇതോടെ യാത്രക്കാരും ആശങ്കയിൽ. ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ ശ്രമങ്ങൾ പലതവണ പരാജയപ്പെട്ടു. പതിനൊന്നരയോടെ പോലീസും കളക്ടറും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. പിന്നീട് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് 3 മണിയോടെ റോപ്പ് ഈ കാണുന്ന ബോട്ടിലെത്തിച്ചത്. അതിനുശേഷവും ഏറെ നേരം വേണ്ടി വന്നു ബോട്ട് കരക്കെത്തിക്കാൻ. മണിക്കൂറുകൾക്ക് ശേഷം 3:30യോടെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് ബോട്ട് വലിച്ച് പോളയിൽ നിന്നും പുറത്തെടുത്തു. മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്ക് വിരാമം. കയറി വന്നു. ഇവിടെ ഈ സ്ഥലത്തിന്റെ പേരെനിക്കറിയില്ല, വെട്ടുകാടിനടുത്ത് എത്തിയപ്പം ഇത് കുടുങ്ങി. പിന്നെ അവർ മാക്സിമം അവരുടെ പരമാവധി ട്രൈ ചെയ്തു. ഇത് എങ്ങനെയും പോള മുറിഞ്ഞ് കയറി പോരുന്നില്ല. ആ കാറ്റും മഴയും വന്നപ്പം നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അന്നേരം അവർ ബോട്ട് അവിടെ നിർത്തിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് മഴയും കാറ്റും ഒക്കെ ശമിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പയ്യച്ച് ഇങ്ങോട്ട് പോകുന്നത്. പോള ശല്യം സ്ഥിരമാണെന്നും എന്നാൽ ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ബോട്ട് ജീവനക്കാർ. ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല സുഗമമായിരുന്നു. പക്ഷേ ഇന്നിപ്പം ഞങ്ങളിപ്പോൾ തന്നെ അരമണിക്കൂർ ആ കാറ്റിനും കൊള്ളിന് ഞങ്ങളവിടെ മാറി ഇങ്ങനെ കിടന്ന് അതിന്റെ ഒരു ഇതാണ്, കഠിനമാണ് ഇപ്പോൾ ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം. വിശദമായ അന്വേഷണമുണ്ടാകുമെന്ന് കോട്ടയം SP. ഈ 10-20 പേര് കുടുങ്ങിയായിരുന്നു. ഇപ്പോൾ സുരക്ഷിതമായിട്ട് അവർ എത്തിയിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ പിന്നെ എന്ത് സംഭവിച്ചു നമ്മൾ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താം. 24ന്റെ ഇടപെടലിനെ ജില്ലാ കളക്ടർ പ്രശംസിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ സഹായം, പിന്നെ നമ്മൾ പോലീസ്, ഫയർഫോഴ്സ് ഇവരൊക്കെ കൂടിയാണ് ഇത് ചെയ്തത്. എൻ്റെ ആദ്യം ഫസ്റ്റ് ഇസ് യുവർ ന്യൂസ് ചാനൽ. നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് തന്നെ ഇൻഫർമേഷൻ കിട്ടിയത്. അതിനുശേഷമാണ് നമ്മൾ എല്ലാവരെയും സംഘടിപ്പിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ബോട്ട് രക്ഷിക്കാനായതിന്റെ സന്തോഷം നാട്ടുകാരും പങ്കുവച്ചു. ഇന്ന് രാവിലെ ബോട്ട് ഓടി പോകുന്നതാണ്. ഇത്ര മണിക്കൂർ എടുക്കുന്നതല്ല പിഴ. മറ്റേത് 1/2 മണിക്കൂർ കഴിയുമ്പോൾ പോരുമായിരുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ആലപ്പുഴയിൽ നിന്നും ഈ ബോട്ട് പുറപ്പെട്ടത്. ആ യാത്ര കോട്ടയത്ത് അവസാനിച്ചതാകട്ടെ ഇന്ന് പുലർച്ചെ 5 മണിക്കും. നാട്ടുകാരുടെ കൂട്ടായ പ്രവർത്തനം വിജയം കണ്ടെങ്കിലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. കോട്ടയത്ത് നിന്ന് ഷിബിനും ബിബിനുമൊപ്പം ടോപ്പി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.